എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആകെ ദേഷ്യത്തിൽ നിൽക്കുവാണ് ജയൻ. ജയൻ നവ്യയോട് പറയുന്നുണ്ട്, നവ്യ ഇപ്പം ആദർശ് ഈ വീട് വിട്ടുപോയി, അതിൻ്റെ സങ്കടത്തിൽ നിൽക്കുവാണ് മോള്. അതിനിടയ്ക്ക് മോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ അവളെ ചൊടിപ്പിക്കാനായിട്ട് നീ എന്തിനാണ് നിൽക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മിക്കവാറും നയനയ്ക്ക് വയറുവേദന വന്നില്ലേ, നയനയെ ഹോസ്പിറ്റലിൽ വല്ലതും കൊണ്ടുപോകുന്നുണ്ടാവും ദേവേനി. അതിനിടയ്ക്ക് ആദർശിനെ പിന്നെയും കുറ്റപ്പെടുത്തി കാണും നവ്യ. അതുകൊണ്ടായിരിക്കും ജയൻ അങ്ങനെ പറയുന്നത്. പിന്നെ ആദർശിനെ കാണിക്കുന്നുണ്ട്. ആദർശ് ഗസ്റ്റ് ഹൗസിൽ ചെന്ന് കഴിയുമ്പം അങ്ങോട്ടേക്ക് കിരൺ വരുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, എടാ ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകൾ സാധാരണ ഉള്ളതാണ്. മൂർത്തി ജ്വല്ലറിക്ക് ഇത് ആദ്യത്തെ സംഭവം ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ ആകെ ഞെട്ടിപ്പോയത്. അതിൽ നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുന്നു. അതുപോലെ നീ എന്തിനാ വീട് വിട്ട് ഇറങ്ങാൻ പോയത്, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആദർശ് വീട് വിട്ട് ഇറങ്ങിയതിന് ഒരു കാരണമുണ്ടല്ലോ, ചുറ്റും ശത്രുക്കളാണ്. എന്ത് തീരുമാനം അവിടെ നിന്നെടുത്താലും അത് ശത്രുക്കളുടെ കയ്യിൽ എത്തിക്കാൻ വീട്ടിൽ ആൾക്കാരുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആദർശ് അവിടെ നിന്ന് ഇറങ്ങിയേക്കുന്നത്. പിന്നെ പിടിവിട്ട് ജയൻ അഭിയെ തല്ലുന്നതാണ് കാണിക്കുന്നത്. അഭിയോട് പറയുന്നുണ്ട്, ഈ കുടുംബം നശിക്കാനുള്ള ഒറ്റ കാരണം ഇവൻ ഒറ്റ ഒരുത്തൻ ഇവിടെ വന്ന് ജനിച്ചതാണ്, ഇവനെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് അടിക്കുകയും അതുപോലെ സോഫയിലേക്ക് പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ദേഷ്യപ്പെട്ടു പോവുകയാണ് ജയൻ. അന്തേക്കും ജലജ ഓടി വന്ന് മോനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അതിനെയൊക്കെ കട്ടക്കലിപ്പിൽ അഭി. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.